യൂട്യൂബിൽ കാണുന്നതിൽ നിന്നും ഒരുപാട് അങ്ങനെ ഓരോ ചാനലിൽ നിന്നും കാണുന്നു. പക്ഷേ മാമിന്റെ ഓരോ പ്രൊജക്ട് ചെയ്യുമ്പോൾ രവീൻ കാണാത്തത് ഒരുപാട് പുതിയ അറിവുകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ ഓരോ ടെലഗ്രാം ഇടാൻ. അതായത് നമ്മൾ ക്വസ്റ്റിന് കൂടുതൽ പരിചയം, കുറെ തിയറീസ് പഠിച്ചതുകൊണ്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റൻ PSC ചോദിച്ചതും KTT ചോദിച്ചതായിട്ടുള്ള ക്വസ്റ്റൻ സോർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്താ തലേന്ന് പോകുമ്പോൾ ഇതെങ്കിലും ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഘട്ടങ്ങൾ മാറിപ്പോകാതിരിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ഡെയിലി വായിക്കാം. ഓക്കെ, എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് പിയാഷെ ആയിരുന്നു. പിയാഷെയുടെ വിവിധ ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിയാഷെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ എന്ന് പറയുന്നത് അല്ലെ. സ്കീമയുണ്ട്, സെൻസറി മോട്ടോർ സ്റ്റേജിന് തന്നെ 3 ഇതൊക്കെയായിട്ട് തിരിച്ചിരുന്നു. സെൻസറി മോട്ടോർ സ്റ്റേജിന് 4 ഇതായിട്ട് അനിച്ഛ പ്രതികരണ ഘട്ടം, പ്രാഥമിക വർത്തുള ഘട്ടം, ഓരോ മന്തിലുള്ള. നമുക്ക് അത്ര ഡീപ്പായിട്ട് ആവശ്യമില്ല കേട്ടോ. അത്ര ഡീപ്പായിട്ട് നമ്മളോട് എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യൻസ് വരില്ല. ആ ഒരു സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ ഡിവിഷൻ തന്നെ നമുക്ക് അത്രയും ആഴത്തിലേക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാ വന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞത് മാത്രം ഞാൻ ജസ്റ്റ് പറയാണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്, ക്ലിയർ ആണല്ലോ. അപ്പം ജസ്റ്റ് ഇപ്പൊ ക്വസ്റ്റ്യൻ വായിക്കേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. PDF ഒന്നും കാണിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം പോവും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുമാണ്. 4 ഘട്ടങ്ങളുണ്ട്. ഇന്ദ്രിയ ചാലക ഘട്ടം ഓർ സെൻസറി മോട്ടോർ സ്റ്റേജ്. രണ്ടാമത്തത് പ്രാഗ് മനോവ്യാപാര ഘട്ടം ഓർ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. മൂന്നാമത്തത് മൂർത്ത മനോവ്യാപാര ഘട്ടം ഓർ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 4ാമത്തതാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം ഓർ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിൽ രണ്ടാമത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രാഗ് സംപ്രേഷണ ഘട്ടം അല്ലെങ്കിൽ ആശയദാന പൂർവഘട്ടം. 2 മുതൽ 4 വയസ്സ് വരെയാണ് അത്, അല്ലെങ്കിൽ പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ് എന്ന് പറയും. പിന്നെ 4 മുതൽ 7 വരെ ഭൂതോദയ ഘട്ടം ഓർ ഊഹന ഘട്ടം എന്നും പറയും. ഈ ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് ബ്രൂണറാണ്. ബ്രൂണറിന്റെ പ്രത്യേകിച്ചും കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, സ്പൈറൽ അപ്രോച്ച്. പിന്നെന്തായിരുന്നു ബ്രൂണർ ഉള്ളത്? ബ്രൂണറ ഘട്ടങ്ങൾ ഉണ്ട് അല്ലെ. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം. ഇങ്ങനെ 3 ഘട്ടങ്ങളും ബ്രൂണറിന് ഉണ്ട്. ആശയ രൂപീകരണം, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ചാക്രികാരോഹണ രീതി അല്ലെങ്കിൽ സർപ്പിൾ ആകൃതി. ഇതൊക്കെ ആരുടേതാണ്? ബ്രൂണറിൻ്റെതാണ് അല്ലെ. പിന്നെ വരുന്നതാണ് ആര്? സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം, വൈഗോട്സ്കി അല്ലെ. വൈഗോട്സ്കിയുടെ പ്രധാന ആശയങ്ങളാണ് എന്തൊക്കെ? സഹകരണാത്മക പഠനം ഓർ കോപ്പറേറ്റീവ് ലേണിംഗ്, സഹവർത്തിത പഠനം കൊളാബറേറ്റീവ് ലേണിംഗ്, പ്രതിക്രിയ അധ്യാപനം ഓർ റെസിപ്രോക്കൽ ടീച്ചിങ്. ഇങ്ങനെയുള്ളതൊക്കെ വൈഗോട്സ്കിയുടെ ആശയങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ് എന്ത്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ ഫ്രോയിഡ്, ഓപ്ഷൻ ബി പിയാഷെ, ഓപ്ഷൻ സി വൈഗോട്സ്കി, ഓപ്ഷൻ ഡി വെർത്തിമർ. അപ്പം ജ്ഞാനനിർമ്മിതിവാദത്തില് നമ്മൾ 3 പേരെ പഠിച്ചിരുന്നു. അതിന്റെ ഉപജ്ഞാതാവ് എന്നുള്ള രീതിയിൽ ആരെയാണ് പറയാം? ഓപ്ഷൻ സി പിയാഷെ ആണ് അല്ലെ. ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവായിട്ട് ഓപ്ഷൻ ബി പിയാഷെ ആണ് അല്ലെ. ഓക്കെ, രണ്ടാമത്തത് പിയാഷെയുടെ അഭിപ്രായത്തിൽ
ഏതു വികാസ ഘട്ടത്തിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന ബോധം വികസിക്കുന്നത്? ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലക ഘട്ടം, ഓപ്ഷൻ ബി മൂർത്ത മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ സി ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ ഡി പ്രാഗ് മനോവ്യാപാര ഘട്ടം. അപ്പം ഒബ്ജക്റ്റ് പെർമനൻസ് ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഐന്ദ്രിക ജാലക ഘട്ടം. ഏതിലാ ഒബ്ജക്റ്റ് പെർമനൻസ് വരുന്നത്? ഇന്ദ്രിയ ഫസ്റ്റ് സ്റ്റേജിലല്ലേ? ജാലക ഘട്ടം. ഇന്ദ്രിയ ചാലക ഘട്ടം ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് അല്ലെ? ഓപ്ഷൻ എ. നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് എന്ത് ചെയ്തോ, മൈക്ക് ഓഫ് ചെയ്തോ, അത് ചിലപ്പം സൗണ്ടിന്റെ പ്രശ്നം വരും. ഓപ്ഷൻ പറയുമ്പോൾ ഓക്കെ ചെയ്തോ, ശേഷം എന്ത് ചെയ്യണം, മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ. ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലക ഘട്ടാണ് അല്ലെ? എന്തായിരുന്നു ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാല്? വസ്തുസ്ഥിരത അല്ലെ? ഒരു വസ്തു കുട്ടിയുടെ മുന്നിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ അല്ലെങ്കിൽ മറഞ്ഞു കഴിഞ്ഞാലും അത് അവിടെ ഉണ്ടെന്ന് കുട്ടി മനസ്സിലാക്കുന്നതാണ് എന്ത് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞത് അല്ലെ? അതായത് 0 to 2 years ആണ് സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ പീരീഡ് എന്ന് പറയുന്നത് അല്ലെ? അപ്പം നമ്മുടെ കുട്ടിയുടെ മുന്നിൽ നിന്ന് അമ്മ ദൂരേക്ക് മാറിയാലും അമ്മ എന്ന് പറയുന്ന ആൾ അവിടെ തന്നെ ഉണ്ടെന്ന് കുട്ടിക്ക് ബോധ്യമാവുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം കുട്ടിയുടെ മുന്നിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാലും അത് തൽക്കാലത്തേക്ക് മാറ്റിയതാണ്, അത് സ്ഥിരമായിട്ട് അവിടെ ഉണ്ട് എന്നുള്ള ധാരണ കുട്ടിക്ക് വരുന്നത് ഫസ്റ്റ് സ്റ്റേജിലാണ്. പിന്നെ അങ്ങോട്ട് 2 വയസ്സ് മുതൽ കഴിഞ്ഞാൽ നമുക്കറിയാം, അത് പിന്നെ കുട്ടിക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ ആ ബോധം വരുന്ന കാലഘട്ടം ഏതാന്നാണ് ചോദിച്ചത്, അത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെയാണ് കേട്ടോ. പിയാഷയുടെ അഭിപ്രായത്തിൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെയാണ് ഇന്ദ്രിയ ചാലക ഘട്ടം, അല്ലെങ്കിൽ ഐന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയും, അല്ലെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്നും പറയും. അപ്പൊ അത് മറന്നു പോവരുതേനെ. ഇത് എഴുതി വെക്കാത്തവരുണ്ടെങ്കിൽ ലെക്ചറിങ് പോലെ എന്ത് ചെയ്യാം, എഴുതി വെക്കുക. ഒബ്ജക്റ്റ് പെർമനൻസ്, സെൻസറി മോട്ടോർ സ്റ്റേജ്, അല്ലെങ്കിൽ ഇന്ദ്രിയ ചാലക ഘട്ടം. ആ സ്റ്റേജിനെ തന്നെയല്ലേ ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്? ഏത് ഇന്ദ്രിയ ചാലക ഘട്ടത്തിനെ തന്നെയോ? അല്ല, അത് രണ്ടാമത്തതിൽ ഈഗോ സെൻട്രിക് തോട്ടൊക്കെ വരുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലാണ് കേട്ടോ. അഹം കേന്ദ്രീകൃത ചിന്ത എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് ആ സമയത്ത് കുട്ടിക്ക് അങ്ങനെയുള്ളൊരു തോട്ടൊന്നും വരുന്നില്ല. അപ്പം അഹം കേന്ദ്രീകൃത ചിന്തയൊക്കെ വരുന്നത് രണ്ടാമത്തെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ്. 2 മുതൽ 7 വയസ്സ് വരെയാണ് ഈഗോ സെൻട്രിസം ഡെവലപ്പ് ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 8 വയസ്സായ അഹമ്മദിന് വസ്തുക്കളെ അതിന്റെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കാനാകും. പിയാഷയുടെ അഭിപ്രായത്തിൽ അഹമ്മദിനുള്ള കഴിവാണ് ഓപ്ഷൻ എ റിവേഴ്സിബിലിറ്റി, ഓപ്ഷൻ ബി ശ്രേണീകരണം, ഓപ്ഷൻ സി സ്ഥിരത, ഓപ്ഷൻ ഡി സന്തുലീകരണം. വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ, അപ്പൊ ശ്രേണീകരണമാണ് വരും അല്ലെ? ഓപ്ഷൻ ബി ശ്രേണീകരണം. ഓപ്ഷൻ ബി ശ്രേണീകരണം. ഓക്കെ. 4ാമത്തെ ക്വസ്റ്റ്യൻ, ബൗദ്ധിക വികാസത്തെ കുറിച്ചുള്ള പിയാഷയുടെ സിദ്ധാന്തം പ്രധാനമായും ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലക വികാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചാണ്, ഓപ്ഷൻ ബി ചിന്താശേഷി വികാസത്തെ കുറിച്ചാണ്, ഓപ്ഷൻ സി തെറ്റായ ചിന്തകളെ ശരിയായ വഴിയിലേക്ക് നയിക്കാനുള്ള ചികിത്സയെ കുറിച്ചാണ്, ഓപ്ഷൻ ഡി വളരുന്ന കുട്ടിയിൽ സാമൂഹിക ലോകം ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ചാണ്. ഏതാ ആൻസർ വരിക? ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി ചിന്താ വികാസത്തെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ പിയാഷയെ കുറിച്ച് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാല് ഒന്നും നോക്കണ്ട. പിയാഷയെ മെയിൻലി ഫോക്കസ് ചെയ്തത് എവിടെയാണ്? ചിന്ത, കോഗ്നിറ്റിവിസം, അല്ലെങ്കിൽ ബുദ്ധി, ബൗദ്ധികം. ഇവിടുത്തെ ബൗദ്ധികം ഈ ബൗദ്ധികാണ്, ബുദ്ധി എന്നുള്ള ബൗദ്ധികാണ് കേട്ടോ. ബൗദ്ധികം എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലാണ്ട് മറ്റേ ബാ അല്ല കേട്ടോ. ദിസ് ഇസ് ഈ ബൗദ്ധികമല്ല, ബുദ്ധി എന്നുള്ളതാണ്. അപ്പം കംപ്ലീറ്റ്ലി പിയാഷ എവിടെയാണ് ഫോക്കസ് ചെയ്തത്? ബുദ്ധിയെയാണ് ഫോക്കസ് ചെയ്തത്. സമൂഹത്തിനോ അല്ലെങ്കിൽ വേറെ ഭാഷ ഇതിനെ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല. ബുദ്ധിയാണ് കുട്ടിയെ വികാസത്തിലേക്ക് നയിക്കുന്നത് എന്നും ആണ്
പിയാഷെ മെയിൻലി ഫോക്കസ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്താണ്? ഓപ്ഷൻ ബി ചിന്താവികാസത്തെ കുറിച്ചാണ്. അടുത്തത് അഞ്ചാമത്തത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കേട്ടറ്റിനായാലും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 പാത്രങ്ങളിൽ തുല്യ അളവിൽ പാൽ എടുക്കുന്നു. ഒരു പാത്രത്തിലെ പാൽ പരന്ന പാത്രത്തിൽ ഒഴിച്ച് ഏത് പാത്രത്തിലെ പാലാണ് കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ പരന്ന പാത്രത്തിലെ പാലാണ് കൂടുതൽ എന്ന് കുട്ടി പറയുന്നുണ്ടെങ്കിൽ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏത് മാനസിക പ്രക്രിയയുടെ പരിമിതിയാണ് കുട്ടിക്ക് ഉണ്ടാവുക? അതായത് ഒരു പരന്ന പാത്രത്തിലും പാലെടുത്തു, ഒരു ഹൈറ്റ് ഉള്ള ഗ്ലാസ്സിലും പാലെടുത്തു. അപ്പൊ ഏതിലാണ് കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ പരന്നതിലാണ് കൂടുതൽ എന്ന് കുട്ടി പറഞ്ഞു. തുല്യ അളവിലുള്ള പാലാണ് എടുത്തത്. തുല്യ അളവിലുള്ള പാലാണ് എടുത്തത്. എന്നിട്ടും കുട്ടി എന്ത് പറഞ്ഞു? പരന്ന പാത്രത്തിലെ പാലാണ് കൂടുതൽ. അപ്പൊ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏത് പരിമിതിയാണ് കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്? ഓപ്ഷൻ എ കൺസർവേഷൻ, ഓപ്ഷൻ ബി സചേതനത്വം, പ്രത്യാവർത്തനം, അഹം കേന്ദ്രീകൃത ചിന്ത. കൺസർവേഷൻ ആണ് അല്ലെ? അപ്പം അതിനാണ് പറയുന്നത് ആ ഒരു തിങ്കിങ്ങിനാണ് നമ്മൾ കൺസർവേഷൻ എന്ന് പറയാം അല്ലെ. രണ്ടിലും തുല്യ അളവിലെ പാലെടുത്തപ്പോഴും കുട്ടി എന്ത് പറഞ്ഞു? മറ്റേതിലാണ് കൂടുതൽ എന്ന് പറഞ്ഞു. അപ്പൊ കൺസർവേഷൻ എന്നുള്ള തോട്ട് എവിടെ ഡെവലപ്പ് ചെയ്തില്ല? കുട്ടിക്ക് അവിടെ ഡെവലപ്പ് ആയിട്ടില്ല. ഓക്കെ, അടുത്തത് സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജീൻ പിയാഷെ, വൈഗോട്സ്കി അല്ലെ. സാമൂഹികം എന്ന് പറയുമ്പോൾ വൈഗോട്സ്കി അല്ലെ. ഓപ്ഷൻ, അടുത്ത ക്വസ്റ്റ്യൻ, പെനിസിലിനെ റോക്കറ്റായി സങ്കല്പിച്ച് കളിക്കുന്ന കുട്ടി വൈജ്ഞാനിക വികാസഘട്ടങ്ങളിൽ ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു? പിയാഷെയുടെ ഉണ്ട് കേട്ടോ. ഓപ്ഷൻ എ ഐന്ദ്രിക ചാലകഘട്ടം, ഓപ്ഷൻ സി ആണ് അല്ലെ, വീണ്ടും വന്നത് മാറിയതാണ് കേട്ടോ. ഓപ്ഷൻ ബി ഊഹനഘട്ടം, ഓപ്ഷൻ സി ആശയദാന പൂർവഘട്ടം, ഓപ്ഷൻ ഡി വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. ഊഹനഘട്ടം. ആ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിന്റെ 2 ഘട്ടങ്ങളാണ് എന്ത്? ആശയദാന പൂർവ്വഘട്ടവും അതേപോലെ ഭൂതോദയ ഘട്ടം അല്ലെങ്കിൽ ഊഹനഘട്ടം അല്ലെ. അപ്പം ഏതാ പറഞ്ഞത്? ഓപ്ഷൻ ഏതാ പറഞ്ഞത്? ഊഹനഘട്ടമാണോ? ഓപ്ഷൻ ഡി ആണോ? വസ്തുനിഷ്ഠാവനോ? പ്രീ കൺസെപ്ഷൻ വ്യാപാരഘട്ടല്ല, നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഓപ്ഷൻ സി അല്ലേ, ഊഹനഘട്ടല്ല. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണം. ഇല്ല, ഓപ്ഷൻ ഡി ആണ്. വസ്തു റോക്കറ്റിനായിട്ട് കമ്പയർ. രണ്ടാമത്തെ സ്റ്റേജ് ആയിരിക്കും. നമ്മള് കുട്ടികളിൽ തന്നെ നോക്കിയാൽ മതി. കുട്ടികള് 2 ഇവിടെ വയസ്സ് എന്താണ്? മുതൽ 7 വയസ്സ് പെൻസിലിനെ വരെയുള്ള റോക്കറ്റായി കുട്ടികളായിരിക്കുമല്ലോ. സങ്കല്പിക്കും. 2 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെയുള്ളതായിരിക്കുമല്ലോ. ഞാൻ പറയാം. ഇതിന്റെ ആൻസർ വരുന്നത് ആശയദാന പൂർവ്വഘട്ടമാണ് കേട്ടോ. പ്രീ കോൺസെപ്റ്റൽ സ്റ്റേജ് ആണ് ആൻസർ വരുന്നത്. ഞാൻ പറയാം, നമുക്ക് ഇത് വരുന്നത് 2ാമത്തെ ഘട്ടത്തിലാണ്. അതായത് പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ് ഇത് വരുന്നത്. പ്രാഗ് മനോവ്യാപാര ഘട്ടം, അതായത് 2 മുതൽ 7 വയസ്സ് വരെയാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത്. അതിന്റെ സബാണ് ആരൊക്കെ? 2 മുതൽ 4 വരെ ആണെന്ത്? ആശയദാന പൂർവഘട്ടം. ആശയദാന പൂർവഘട്ടം. അവിടെ എന്തില്ല? ആശയം ആവിഷ്കരില്ല. ഒരു ആശയത്തിലേക്ക് എത്താൻ കുട്ടിക്ക് പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? കയ്യിൽ കിട്ടിയ സാധനം എന്തെങ്കിലും ആണെന്ന് സങ്കല്പിക്കാനേ കുട്ടിക്ക് എന്തെന്നുള്ളൂ അവിടെ പറ്റുന്നുള്ളൂ. അപ്പൊ പെൻസിലിനെ റോക്കറ്റായിട്ട് സങ്കല്പിക്കുന്ന, അല്ലെങ്കിൽ റിമോട്ട് എടുത്തിട്ട് ഫോണാന്നുള്ള രീതിയിൽ സങ്കല്പിക്കുന്നു. അങ്ങനെ പല വസ്തുക്കളെയും എടുത്തിട്ട് കുട്ടി സങ്കല്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അതായത് ആശയത്തിന് അവിടെ പ്രാധാന്യം കുട്ടിക്കില്ല, 2 മുതൽ 4 വരെ വയസ്സുള്ള കുട്ടിക്ക്. അപ്പം ഈ രീതിയിലുള്ള ചിന്തകൾ വരുന്നത് ആശയദാന പൂർവഘട്ടം. ഈ പൂർവം എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേ ഉള്ളതല്ലേ.
മുന്നേ എന്നുള്ള അർത്ഥമല്ലേ പ്രീ അല്ലെങ്കിൽ പ്രാഗ്. പൂർവം, പൂർവം അതെ. എന്ന് പറഞ്ഞാലും പ്രാഗ് എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്? മുന്നേ. അപ്പൊ ആശയദാന പൂർവം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയം വരുന്നതിന് മുന്നേ എന്നല്ലേ അർത്ഥം. അപ്പം അവിടെ കുട്ടിക്ക് റോക്കറ്റ് എന്തെന്നാന്നുള്ള കാര്യമൊന്നും കുട്ടിക്ക് അത്ര യുക്തിപരമായിട്ട് ചിന്തിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പം അതിന്റെ ഉള്ളിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആശയദാന പൂർവഘട്ടാണ്. അല്ലെങ്കിൽ 4 ഘട്ടങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്ന് പറയാം. ഒന്നുകൂടെ പറയണോ? ഓ, രണ്ടാമത്തെ ഘടകം ഏതാണ്? നമ്മൾ 4 ഘട്ടം എങ്ങനെ പറയും? സെൻസറി മോട്ടോർസ് ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയും, പ്രാഗ് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഫോമൽ ഔപചാരിക മനോവ്യാപാര ഘട്ടം. 4 സ്റ്റേജ് പറയും. പിന്നെ രണ്ടാമത്തെ സ്റ്റേജിനാണല്ലോ വീണ്ടും ഡിവിഷൻ വന്നത്. ആശയദാന പൂർവഘട്ടം എന്താണ്? രണ്ടാമത്തെ ആശയദാന പൂർവ്വഘട്ടവും രണ്ടാമത്തെ സ്റ്റേജ് ഏതാണ്? ഊഹനഘട്ടം അല്ലെങ്കിൽ ഭൂതോദയ ഘട്ടം. ഊഹനഘട്ടം ഓർ ഭൂതോദയ ഘട്ടം. മിസ് ഒന്നുകൂടെ പറയൂ. അത് നെറ്റ് ക്ലിയർ Okay. ഉണ്ടായിരുന്നില്ല. പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിനെയാണ് നമ്മൾ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിനെയാണ് 2ആയിട്ട് തരംതിരിക്കുന്നത്. ഒന്ന് ആശയദാന പൂർവഘട്ടം, ആശയദാന പൂർവഘട്ടം. മറ്റേത് ഊഹന ഘട്ടം. ഈ ആശയദാന പൂർവഘട്ടത്തിലാണ് എന്ത് വരുന്നത്? പെൻസിലിനെ റോക്കറ്റായിട്ടും റിമോട്ടിനെ ഫോണായിട്ടൊക്കെ സങ്കല്പിച്ചിട്ട് കുട്ടി കളിക്കുന്ന ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഊഹനഘട്ടത്തിലേക്ക് വരുമ്പോ എന്ത് വരും? ജീവനില്ലാത്ത വസ്തുക്കളിലൊക്കെ എന്ത് ജീവനുള്ളത് പോലെ കാണാം. പാവക്കുട്ടിയെ കൊണ്ട് കളിക്കുന്നത്, കുട്ടിയെ കളിപ്പിക്കുന്നത് പോലെയാണല്ലോ പാവക്കുട്ടിയെ കൊണ്ട് കളിപ്പിക്കുന്നത്. അതാണ് ഇംഗ്ലീഷിൽ അനിമിസം എന്ന് പറയുന്നത്, അതാണോ? അതെ അതെ, പ്രതീകാത്മക ചിന്തനം. ഈ സ്റ്റേജ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ? ഈ സചേതന ചിന്ത, പ്രതീകാത്മക ചിന്തനം, അതേപോലെ ഇതൊക്കെ വരുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലാണ്. രണ്ടാമത്തെ ഘട്ടത്തിന് ഡിവിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഏതിലാണെന്ന് പറയണം. ഈ പ്രതീകാത്മക ചിന്തനമൊക്കെ വരുന്നത് ഏത് ഘട്ടത്തിലാ? ആശയദാന പൂർവ ഘട്ടത്തിലാണ്. ഓക്കെ, ഇതിന്റെ ക്ലാസ് കേൾക്കാത്തവർക്ക് ഇതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അത് PSC നോട്ടിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ സചേതനത്തെ ഒന്നും കൂടെ പറയാം മിസ്സേ. സചേതനത്വം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവയ്ക്കും ജീവനുള്ളത് പോലുള്ള ഗുണങ്ങളുണ്ട്. അതായത് നമ്മള് കുട്ടികള് ചെടിയൊക്കെ അടിച്ച് പഠിപ്പിക്കുന്നത് കാണാം. മുറ്റത്തുനിന്ന് കളിക്കുമ്പം ഒരു വടിയെടുത്ത് ചെടിയൊക്കെ അടിക്കുന്നത് കാണില്ല. അപ്പം ക്ലാസ്സിലുള്ള കുട്ടികളെയാണ് അവരെന്ത് ചെയ്യുന്നത്? ചെടിയായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പൊ ജീവനില്ലാത്തതിലും എന്താണ്? ജീവനുള്ളവയുടെ പ്രത്യേകതകൾ സങ്കല്പിക്കുന്നതിനെയാണ് എന്ത് പറയാം? സചേതനത്വം എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ. സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത് ആശയവുമായി ബന്ധപ്പെടുന്ന പ്രക്രിയകളാണ്? ഓപ്ഷൻ എ സ്കീമ, ഓപ്ഷൻ സ്ക്രീന് കാണാൻ പറ്റുന്നില്ല. ക്ലിയർ അല്ല. സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത് ആശയവുമായി ബന്ധപ്പെടുന്ന പ്രക്രിയകളാണ്? ഓപ്ഷൻ എ സ്കീമ, ഓപ്ഷൻ ബി സ്കീമയാണ് അല്ലെ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സ്കീമയുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? എന്താണ്? മനസ്സിലായില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? സ്വാംശീകരണവും സംസ്ഥാപനവും ഏതാണ്? സ്കീമയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. സ്കീമയുമായി ബന്ധപ്പെട്ട്. ഓപ്ഷൻ 9ാമത്തെ ക്വസ്റ്റ്യൻ, പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്?
ഓപ്ഷൻ എ അവ ജ്ഞാത ഘടകങ്ങളാണ്. ഓപ്ഷൻ ബി പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ്. ഓപ്ഷൻ സി കുട്ടിയുടെ മാനസിക ജ്ഞാതൃ ഘടകങ്ങളാണ്. ഓപ്ഷൻ ബി പുതിയ അറിവുകൾ ഇല്ല മാം. ഉണ്ടാകുമ്പോൾ എന്താണ് കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ഇപ്പോഴും ക്ലിയർ ഇല്ല? എല്ലാവർക്കും അങ്ങനെയാണോ? ഓക്കെ. ഇപ്പൊ ക്ലിയർ ആയി. നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ. ഓപ്ഷൻ സി കുട്ടിയുടെ മാനസിക സന്തുലിതാവസ്ഥയുടെ ബാലൻസ് നിലനിർത്തുന്നതാണ്. ഓപ്ഷൻ ഡി പരിസ്ഥിതിയുമായുള്ള ഇടപെടലിലൂടെ കുട്ടിക്കുണ്ടാകുന്ന പുതിയ അറിവുകൾ കൂടിച്ചേർക്കുന്നതാണ്. അപ്പൊ എന്താണ് സംസ്ഥാപനം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ശരി. പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ്. ഇപ്പൊ സംസ്ഥാപനം അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ഇതാണ് നമ്മുടെ കേട്ടറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവര് കൊടുത്ത ഹലോ, കേൾക്കുന്നില്ല മിസ്? ഹലോ മിസ്സേ, കട്ടായി പോയല്ലോ. ഹലോ, നമ്മളോട് ചോദിച്ചത് എന്താണ്? ആന്തരിക ഘടനയാണ്. അപ്പൊ അതെന്താ വരാ? മിസ്സേ, കട്ടായി പോയി, ഒന്നും കേട്ടിട്ടില്ല. 10ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോ? വായിച്ചു. വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഒരു ആന്തരിക ഘടകമാണ് ഡാഷ്. ഏതാണ്? സാമ്പത്തികം, ബുദ്ധി, കാലാവസ്ഥ, സ്കൂൾ. ഏതാണ്? ആന്തരികം എന്നാണ് പറഞ്ഞത് അല്ലെ? ആന്തരികം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതേതായിരിക്കും? ആന്തരികം, ഇന്റേണൽ. ബുദ്ധിയല്ലേ? അപ്പൊ എന്തായിരിക്കും? ബുദ്ധിയാണ് അല്ലെ? ഓപ്ഷൻ ബി ബുദ്ധിയായിരിക്കും ആൻസർ. അപ്പൊ നമ്മൾ എന്താ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കറക്റ്റ് അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇവിടെ ആന്തരിക ഘടകം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ തന്നെയാണ്. സ്കൂള് വ്യക്തി മാറ്റാം, സാമ്പത്തികം നമ്മുടെ വ്യക്തി വ്യത്യാസത്തിന് കാരണമാകാം. പക്ഷെ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ആന്തരികം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്തേ ഉണ്ടാവുള്ളൂ? ബുദ്ധിയെ ഇവിടെ ആന്തരിക ഘടകമായിട്ട് കൊടുത്തിട്ടുള്ളൂ. അടുത്തത് 11. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ തത്വവുമായി ബന്ധപ്പെട്ടതിൽ തെറ്റായ പ്രസ്താവന താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. അപ്പൊ എന്താണ് നമുക്ക് വേണ്ടത്? തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ എ കുട്ടി ഒഴിഞ്ഞ പാത്രമാണ്. ഓപ്ഷൻ ബി കുട്ടി അറിവിന്റെ നിർമ്മാതാവാണ്. സി കുട്ടി ഏകാഗിയായ ഗവേഷകനാണ്. ഓപ്ഷൻ ഡി അനുഭവങ്ങളിലൂടെയാണ് അറിവ് സൃഷ്ടിക്കുന്നത്. ഇപ്പൊ പിയാഷെ പറഞ്ഞതിൽ ഇതിൽ ഏതോ തെറ്റാണ്. ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? കുട്ടി ഒഴിഞ്ഞ പാത്രമാണ്. കുട്ടി ഒഴിഞ്ഞ പാത്രമാണെന്നാണ് പറയുന്നത് അല്ലെ? കുട്ടി ഒഴിഞ്ഞ പാത്രമാണോ? അല്ല. അല്ലല്ലോ. യാഷിയുടെ അഭിപ്രായത്തിൽ കുട്ടി എന്തല്ല? ഒഴിഞ്ഞ പാത്രം അല്ല. നോട്ട് എം ടി ബോട്ടിൽ എന്ന് പറഞ്ഞ പിന്നെ ആരായിരുന്നു? അത് ബിഹേവിയറിസം ആണ്. എന്ത്? കുട്ടി ഒഴിഞ്ഞ പാത്രമാണെന്ന് പറയുന്നത് അധ്യാപകര് കൊടുക്കുന്നത് കുട്ടി പഠിക്കുന്നു. എന്താണ്? എം ടി എന്ന് പറയുന്നത് ബിഹേവിയറിസത്തിലാണ്. വ്യവഹാരവാദികളാണ് എന്ത് പറയുന്നത്? കുട്ടി ഒഴിഞ്ഞ പാത്രമാണെന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ. പിയാഷെയുടെ
സചേതന ചിന്ത, കേന്ദ്രീകരണം എന്നിവ ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ സവിശേഷതകൾ ആണ്? എ. സെൻസറി മോട്ടോർ സ്റ്റേജ്, ഓപ്ഷൻ ബി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ സി ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ ഡി ഓപ്ഷൻ ബി കോൺക്രീറ്റ് ഈ ഓപ്പറേഷണൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഓപ്ഷൻ ബി അല്ലേ? ഈ പ്രീ ഓപ്പറേഷണൽ ഓപ്പറേഷണൽ സ്റ്റേജ് സ്റ്റേജ്. ഏതാണ്? പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഓപ്ഷൻ ആണ്. ബി. പ്രീ ഓപ്പറേഷണൽ ഓപ്ഷൻ ബി സ്റ്റേജ് ആണ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. രണ്ടാമത്തെ സ്റ്റേജിന്റെ പ്രത്യേകതയല്ലത്? പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലല്ലേ എന്ത് വരുന്നത്? സചേതന ചിന്ത അല്ലെങ്കിൽ പ്രതീകാത്മക ചിന്തനം ഇതൊക്കെ വരുന്നത്. സചേതനത്തൊക്കെ വരുന്നത് ജീവനില്ലാത്തവയിലും ജീവനുള്ളതുപോലെ കാണുക. അതൊക്കെ സ്റ്റേജിന്റെ പ്രത്യേകത പറഞ്ഞു. വ്യാപാരഘട്ടം 2 മുതൽ 7 വയസ്സ് വരെയല്ലേ കുട്ടികൾ ആ രീതിയിലൊക്കെ കളിക്കുന്നത് കാണുക. ഓക്കെ. പ്രീ ഓപ്പറേഷണൽ എന്താണ്? ഒന്നുകൂടെ പറയാനാണോ? ക്ലിയർ ആവുന്നില്ല മിസ്. ക്ലിയർ ഇല്ല. ഇടക്ക് വെച്ച് മുറിഞ്ഞു പോയി. എന്ത് സംഭവിക്കുന്നത് മനസ്സിലാവുമല്ലോ. ഇവിടെ ഫുൾ റേഞ്ചും കാര്യങ്ങളൊക്കെ. മ്യൂട്ട് ആക്കിയാ മതി, അപ്പൊ ചിലപ്പോ ക്ലിയർ ആവാൻ സാധ്യതയുണ്ട്. ഈ ദിൽഷിത എന്ന് പറഞ്ഞ ഒരു മ്യൂട്ട് ആക്കാൻ പറ. എല്ലാവരും ദിൽഷിത മ്യൂട്ട് ചെയ്തു അല്ലെ? ഓക്കെ. സചേതന ചിന്ത ബ്ലൂടൂത്ത് ഞാനിപ്പോ നിങ്ങൾ കേൾക്കുന്ന പറഞ്ഞിട്ടാണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തത്. ഹലോ, ഒന്നും കാണുന്നില്ലല്ലോ. ഹലോ മിസ്. മിസ് വീടും പോയോ? മിസ് വീണ്ടും പോയെന്ന് തോന്നുന്നു. ഇതിൽ ആദ്യമായിട്ടാണോ ലൈവ് ക്ലാസ് ചേരുന്നത് നിങ്ങള്? അതെ അതെ. എനിക്ക് ഇതിലൊന്നും ഒരു ലൈവ് ക്ലാസ് കിട്ടിയിട്ടില്ല, ഇന്നും കിട്ടിയത്. അപ്പൊ ഒന്ന് ഇങ്ങനെ തന്നെയാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ല, എപ്പോഴും ഇങ്ങനെയല്ല. നല്ലതായിട്ട് ക്ലാസ് ശരിക്കും ഫുള്ള് കാണാൻ പറ്റും. ഇത് ഇന്ന് ഭയങ്കര പ്രോബ്ലം നെറ്റ്. പിന്നെ ഹലോ EVS ക്ലാസ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഹലോ, കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? EVS കിട്ടിയിട്ടില്ല. മാത്സ് EVS ഇംഗ്ലീഷ് മലയാളം സൈക്കോളജി കിട്ടാറുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ട്. എല്ലാരും മ്യൂട്ട് ചെയ്താ ക്ലാസ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നാൽ എല്ലാവരും പെട്ടെന്നൊന്ന് മ്യൂട്ട് ചെയ്തേ. നമുക്ക് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സമയം കുറച്ച് നഷ്ടമായി അല്ലേ?
ആവശ്യമില്ലാതെ എല്ലാവരും കൂടെ മൈക്ക് ഓണാക്കില്ല, അതാണ് തോന്നി പ്രോബ്ലം കൂടുതൽ. ഓക്കെ, അപ്പൊ ഇപ്പൊ ക്ലിയർ ആണോ വോയിസ്? ക്ലിയർ ആ മിസ്സേ. ഓക്കെ. അപ്പോ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പിയാഷയുടെ വൈജ്ഞാനിക വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ച് സചേതന ചിന്ത, കേന്ദ്രീകരണം എന്നിവ ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് എന്ത് വരുന്നത്? സചേതന ചിന്ത അല്ലെങ്കിൽ കേന്ദ്രീകരണം ഇവയൊക്കെ വരുന്നത് ഏത് സ്റ്റേജിലാണ്? 2ാമത്തെ സ്റ്റേജിലാണ്. 2 മുതൽ 7 വയസ്സ് വരെയുള്ള സ്റ്റേജിലാണ് ഈ ഒരു രീതിയിലുള്ള തോട്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. സചേതനത്വം, അഹം കേന്ദ്രീകൃത ചിന്ത, സെൻട്രേഷൻ, ഇതൊക്കെ വരുന്നത് ഏതിലാണ്? 2ാമത്തെ ഘട്ടത്തിലാണ്. പ്രത്യേകം ഓർത്ത് വെക്കുക. ഇതൊക്കെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 13ാമത്തത്, മനോവ്യാപാര പൂർവ്വ ചിന്തന ഘട്ടത്തിലെ പ്രീ സ്കൂൾ കുഞ്ഞിന്റെ പ്രകൃതം അല്ലാത്തത്. മനോവ്യാപാര പൂർവ്വം എന്ന് പറഞ്ഞാല് 2ാമത്തെ സ്റ്റേജിനെ തന്നെയാണോ കേട്ടോ പറയുന്നത്? പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിന് തന്നെയാണ് മനോവ്യാപാര പൂർവ്വഘട്ടം എന്നും പറയുന്നത്. അപ്പം ആ സ്റ്റേജിൽ ഇല്ലാത്ത പ്രത്യേകത ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അഹം കേന്ദ്രീകൃത ചിന്തനം, ഓപ്ഷൻ ബി ദിശാബോധനം, ഓപ്ഷൻ സി പ്രത്യക്ഷാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കാണുന്നു, ഓപ്ഷൻ ഡി പ്രത്യാവർത്തനത്തിന് കഴിവുണ്ട്. മ്യൂട്ട് ചെയ്യാത്തവരൊന്ന് ദയവേത് എന്ത് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എല്ലാവരും ഒന്ന് മൈക്ക് ഓഫ് ചെയ്യാം. ഇവിടെ ഓപ്ഷൻ ഏതാ വരിക? ഇല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചത്, പ്രകൃതം അല്ലാത്തത്. ഓപ്ഷൻ ബി ആണല്ലേ? പ്രത്യാവർത്തനം അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റിക്കുള്ള കഴിവ് ഏതിലില്ല? 2ാമത്തെ സ്റ്റേജിൽ കുട്ടിക്ക് ഡെവലപ്പ് ആവുന്നില്ല. 3ാമത്തെ സ്റ്റേജിലാണ് എന്ത് വരുന്നത്? പ്രത്യാവർത്തനം അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി വരുന്നത്. അപ്പൊ നിങ്ങള് കൃത്യമായിട്ട് ഓർത്ത്, അല്ലാത്തത് എന്നാണ് ചോദിച്ചത്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യാ, 2 സെക്കൻഡ് മനസ്സിൽ ആൻസർ ചെയ്ത് നോക്കുക ഏതിലാണെന്ന്, ഓപ്ഷൻ നോക്കാതെ. ശേഷം എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാട്ടോ. ചാടിക്കേറി ആൻസർ ചെയ്യരുതേ. 14ാമത്തെ ക്വസ്റ്റ്യൻ, പിയാഷയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളത് പോലെയുള്ള അത് നോട്ട് ചെയ്യാൻ പറയാം അവരോട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യാം, പറയുന്ന സമയത്തല്ലാത്തപ്പോഴൊക്കെ എന്ത് ചെയ്യാം, മൈക്ക് ഓഫ് ചെയ്യാം. അത് നമ്മുടെ ക്ലാസ്സിനെ ബാധിക്കുന്നുണ്ട്. കാരണം ഒത്തിരി പേര് നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പൊ എല്ലാരും കൂടെ എന്ത് ചെയ്യാം, മൈക്ക് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് റേഞ്ച് ഇഷ്യൂസ് അതേപോലെ ക്ലാരിറ്റി പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, തൽക്കാലം മൈക്ക് ഓഫ് ചെയ്യാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, പിയാഷയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളത് പോലെയുള്ള ഗുണങ്ങളുണ്ട് എന്ന് കുട്ടി സങ്കല്പിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ സെൻസറി മോട്ടോർ സ്റ്റേജ്, ഓപ്ഷൻ ബി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ സി ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ ഡി കോൺക്രീറ്റ്. അതായത് തിരിച്ചു ചോദിച്ചു ക്വസ്റ്റ്യൻ, ഡെഫിനേഷൻ തന്നു, അത് ഏത് സ്റ്റേജിലാണ്? ജീവനില്ലാത്തവർക്കും ജീവനുള്ളത് പോലെ എന്ന് പറഞ്ഞാൽ സചേതനത്വം ഓർ അനിമിസം. ഏതാണ്? 2ാമത്തെ സ്റ്റേജ് അല്ലേ? ഓപ്ഷൻ ബി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് ആൻസർ. 15, അമ്മയെ എനിക്കിഷ്ടമാണ്, അമ്മയാണ് ദൈവം, അമ്മ എനിക്ക് പാലു തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിലേക്ക് എത്തിക്കുന്നത് ഏത് രീതിയാണ്? ഓപ്ഷൻ എ ആവർത്തനം, ഓപ്ഷൻ ബി ഓർമ്മ, ഓപ്ഷൻ സി ചാക്രികാരോഹണം, ഓപ്ഷൻ ഡി സഹവർത്തിതം. ഏതാണ്? ചാക്രികാരോഹണം അല്ലെങ്കിൽ സ്പൈറൽ ലേണിംഗ് അല്ലെ? സ്പൈറൽ ലേണിംഗ് ആരുടേതാണ്? ബ്രൂണർ അല്ലെ? ഓക്കെ, സ്പൈറൽ ലേണിംഗ് അല്ലെങ്കിൽ ചാക്രികാരോഹണം ബ്രൂണറുടെ കോൺസെപ്റ്റ് ആണ് അല്ലെ? ഓക്കെ, നെക്സ്റ്റ്, ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക. ഓപ്ഷൻ എ പ്രതിരൂപാത്മക ഘട്ടം, ബിംബനഘട്ടം, പ്രവർത്തനഘട്ടം, ബി പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, ഓപ്ഷൻ സി ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, പ്രവർത്തനഘട്ടം, ഓപ്ഷൻ ഡി പ്രവർത്തനം, പ്രതിരൂപ, ബിംബനം. ഇതിലേതാ ശരി? ഓപ്ഷൻ ബി ആണല്ലേ? പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഇമ്പോർട്ടന്റ് ആണ്.
17 ആശയദാന മാതൃകയുടെ വക്താവ് ആരാണ്? ഓപ്ഷൻ എ വൈഗോട്സ്കി, ഓപ്ഷൻ ബി ചോംസ്കി, ഓപ്ഷൻ സി ബ്രൂണർ, ഓപ്ഷൻ ഡി ഗാർഡനർ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാം. 2 സെക്കൻഡ് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ആൻസർ നോക്കുന്നതിൽ നിന്ന് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്താ അല്ലെങ്കിൽ അവിടെ നമ്മുടെ മാർക്ക് പോവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഓരോന്ന് തോന്നുമ്പോൾ ഷഫിളായി പോവും, സ്വാഭാവികം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് തന്നെ ശീലിക്കണം. അതിൽ എന്ത് ചെയ്യണം, 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ആൻസർ പറയാം. ആശയദാന മാതൃക എന്ന് പറയുന്നത് ആരുടേതാണ്? കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, അത് ബ്രൂണറുടേതാണ് കേട്ടോ. ഓപ്ഷൻ സി ബ്രൂണർ ആണ് കേട്ടോ. അതുപോലെ ബ്രൂണർ അല്ലേ? സ്കഫോൾഡിങ്ങും ബ്രൂണർ ആണ്. കൈത്താങ് സ്കഫോൾഡിങ് ബ്രൂണർ ആണ്. ഓക്കെ. ജൽപ്പനഘട്ടം എന്ന് പറയുന്ന ആരുടെയാണ്? ജൽപ്പനഘട്ടം മിസ് സ്കഫോൾഡിംഗ് വൈഗോട്സ്കിന്റെ അല്ലേ? സ്കഫോൾഡിങ് വൈഗോട്സ്കി ആണ്. ആ ഘട്ടം ഞാൻ കേൾക്കുന്നുള്ളൂ. പിന്നെ വൈഗോട്സ്കിയുടെ അല്ലേ സഫോൾഡിങ്? ബ്രൂണർ അത് പദം കൊണ്ടുവന്നതല്ലേ? സ്കഫോൾഡിംഗ് എന്ന ആശയം വൈഗോട്സ്കിയുടേതാണ്. അതെ അതെ. ആ ഈ ആരോ ഏതോ ഘട്ടം ചോദിച്ചു, അതെനിക്ക് ക്ലിയർ ആയില്ല. ടീച്ചറെ ജൽപ്പരഘട്ടം ഞാനത് നോക്കിയിട്ട് പറയാട്ടോ. മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്നു ജൽപ്പനഘട്ടം, അതാണ്. ആണോ? നിങ്ങളൊന്ന് അത് ആരാണെന്നുള്ളത് ടെലഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടാ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ നോക്കിയിട്ട് പറയാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് 18ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത് ആരാണ്? ഇതിൽ ഓപ്ഷൻ ഇല്ലല്ലേ? ബ്രൂണർ അല്ലേ കാണിച്ചിട്ടുള്ളൂ? ഓപ്ഷൻ വൈഗോട്സ്കി ആണല്ലേ? ഓപ്ഷനിൽ ഇല്ല, വൈഗോട്സ്കി ആണല്ലേ? അപ്പം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് വൈഗോട്സ്കി ആണ്. ഓക്കെ. ദെൻ കണ്ടെത്തൽ പഠനം ഓർ ഡിസ്കവറി ലേണിംഗിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബ്രൂണർ ആണ് അല്ലെ? ഓക്കെ. അടുത്തത് 20ാമത്തത്. ആശയങ്ങൾ സ്വായത്തമാക്കലാണ് പഠനം. പഠനത്തിന്റെ അടിസ്ഥാനം ആശയ രൂപീകരണമാണ്. പഠനം ഒരു സാമൂഹ്യ പ്രക്രിയയാണ് എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ആശയത്തിനാണ്. വൈഗോട്സ്കി ആണ്. ബ്രൂണർ ആണോ വൈഗോട്സ്കി ആണോ? വൈഗോട്സ്കി അല്ലേ? ആശയ രൂപീകരണം ബ്രൂണറാണ്. സാമൂഹ്യം എന്ന് കാണുമ്പോൾ നമുക്ക് വൈഗോട്സ്കിയിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്താണ്, ആശയ രൂപീകരണം, ആശയത്തുമ്മിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ആരാണ്? ജെറോം എസ് ബ്രൂണർ ആണ് കേട്ടോ. 21. ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏതു ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? ഓപ്ഷൻ എ പ്രതീകാത്മക ഘട്ടം, ഓപ്ഷൻ ബി ചിന്തനഘട്ടം, ഓപ്ഷൻ ബി പ്രവർത്തനഘട്ടം, ഓപ്ഷൻ ഡി ബിംബനഘട്ടം. അതായത് വസ്തുക്കൾ ഇല്ലെങ്കിലും അവയെപ്പറ്റി, അതായത് ബിംബനഘട്ടല്ലേ? ബിംബനഘട്ടാണോ പ്രതീകാത്മക ഘട്ടാണോ? അതായത് വസ്തുക്കളെ നമ്മളെ മുന്നിൽ കണ്ടിട്ടില്ലെങ്കിലും അവയെപ്പറ്റി പഠിക്കാനുള്ളത്. കോൺക്രീറ്റ് അല്ല, സിമ്പിൾസ് ഇല്ല, അവിടെ എന്തില്ല, വസ്തുക്കൾ നമ്മുടെ മുന്നിലില്ല, എന്നാലും അവയെപ്പറ്റി. പ്രതീകാത്മക ഘട്ടം ലാസ്റ്റ് സ്റ്റേജ് അല്ലേ പിയാഷയുടെ? ഓപ്ഷൻ എ ആണ് കേട്ടോ, പ്രതീകാത്മക ഘട്ടാണ് കേട്ടോ. കാരണം അബ്സ്ട്രാക്റ്റിലോട്ടാണ് പോകുന്നത്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ അമൂർത്തം.
വസ്തുക്കൾ നമ്മുടെ മുന്നിൽ ഇല്ലെങ്കിലും, ഇപ്പം ആറ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ മുന്നിൽ, ആറ്റം എന്ന് പറയുന്ന വസ്തു നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റും. അതായത് വസ്തുക്കൾ നമ്മുടെ മുന്നിൽ ഇല്ലെങ്കിലും, ഇപ്പം ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുക, സാറ്റലൈറ്റ്, അതൊന്നും നമ്മുടെ മുന്നിൽ കാണിക്കാൻ പറ്റൂല. പക്ഷെ എന്താണ്, അവയെപ്പറ്റി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അത് 3ാമത്തെ സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പ്രതീകാത്മക ഘട്ടമാണ് കേട്ടോ. മിസ് ഈ ഇക്വേഷൻസും ഫോർമുലാസും അതൊക്കെ ഉള്ളതാണ്. അതൊക്കെ വരുന്നത് 3ാമത്തെ, ഇക്വേഷൻസും ഫോർമുലാസും അതൊക്കെ വരുന്നത്, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ 3ാമത്തെ ഘട്ടത്തിലാണ് വരുന്നത്. ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടികളുടെ ബോധനത്തിനായി പ്രവർത്തനാധിഷ്ഠിത ബോധന രീതി നിർദ്ദേശിച്ചിരിക്കുന്നു, പ്രത്യേകിച്ചും പ്രൈമറി ഘട്ടത്തിൽ. കാരണം അവർ വൈജ്ഞാനിക വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ സമൂർത്ത ചിന്തനം, ഓപ്ഷൻ ബി പ്രാഗ് മനോവ്യാപാരം, സി അമൂർത്ത ചിന്തനം, ഓപ്ഷൻ ഡി ഇന്ദ്രിയ ചാലക ഘട്ടം. പ്രൈമറി എന്ന് പറയുമ്പം അത് ഏത് വയസ്സാണ്? പ്രൈമറി ക്ലാസ് എന്ന് പറയുമ്പം ഏത് വയസ്സ് വരെ ആയിരിക്കും? 2 to 7. പ്രൈമറി 2 വയസ്സ് മുതൽ നമ്മൾ പ്രീ പ്രൈമറി കണക്കാക്കും. 7 to 11 വരെ വരും അല്ലെ? അപ്പം അതേത് ഘട്ടാണ് 7 to 11 എന്ന് പറയുമ്പോൾ? അമൂർത്ത ചിന്തന ഘട്ടമാണോ? അമൂർത്ത ചിന്തന കേട്ടാൻ തോന്നുന്നു. അതായത് ചോദിച്ചത് കുട്ടികളുടെ ബോധനത്തിനായി പ്രവർത്തനം ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അപ്പം പ്രൈമറി ഘട്ടത്തില് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള പഠനമാണ് നൽകുന്നത്. അപ്പം അവര് വൈജ്ഞാനിക വികാസത്തിന്റെ സമൂർത്ത അല്ലേ? സമൂർത്ത ചിന്തന ഘട്ടം. സമൂർത്ത ചിന്തന ഘട്ടം. സമൂർത്ത ചിന്തന ഘട്ടം. സമൂർത്ത ചിന്തന ഘട്ടം ഏതാണ് ടീച്ചറെ? സമൂർത്ത ചിന്തന ഘട്ടം സമൂർത്തം എന്ന് പറയുമ്പോൾ സ്റ്റേജ് അല്ലേ? മനോവ്യാപാര മൂർത്ത മനോവ്യാപാര ഘട്ടം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, സമൂർത്തം അല്ലെങ്കിൽ മൂർത്ത മനോവ്യാപാര ഘട്ടം. മൂർത്തം അതെല്ലേ, അത് തന്നെ ആൻസർ പറഞ്ഞത്. മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് പ്രൈമറി സ്റ്റേജ്. തന്നെയാണ്. സമൂർത്തം എന്ന് പറയും, അല്ലെങ്കിൽ മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയും, അല്ലെങ്കിൽ രൂപാത്മക മനോവ്യാപാര ഘട്ടം എന്ന് പറയും, അല്ലെങ്കിൽ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. ഏത് പേരും എടുത്തു ചോദിക്കാം. ഒന്നുകൂടെ വേണേ പറയാം. മൂർത്ത മനോവ്യാപാര ഘട്ടം. ഏന്നല്ല ഇപ്പോ മിസ് പറഞ്ഞത്? മൂർത്ത ഘട്ടവും 3ാമത്തും ഉണ്ടല്ലോ. അപ്പൊ 2 ഓപ്ഷൻ രണ്ടും അതായത് 3ാമത്തെ ഘട്ടത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? 3 പേരുകളിൽ അറിയപ്പെടുന്നത്. 4 പേരുകളുണ്ട്. ഒന്നുകിൽ മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയും, അല്ലെങ്കിൽ സമൂർത്തം എന്ന് പറയും, അല്ലെങ്കിൽ രൂപാത്മക വ്യാപാര ഘട്ടം, അല്ലെങ്കിൽ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. ഏത് പേര് വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ എന്താ ചോദിച്ചത്? സമൂർത്ത മനോവ്യാപാര ഘട്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പ്രൈമറിയിൽ വരുന്നത് ഏതാണ്? സമൂർത്തം അല്ലെങ്കിൽ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് വരുന്നത്. അപ്പൊ എയും സിയും ഉണ്ടോ? 2 ഓപ്ഷൻ ഉണ്ടോ? ഒരേ ക്വസ്റ്റിന് 2 ആൻസർ ആവില്ല. അമൂർത്തം എന്ന് പറഞ്ഞാല് അബ്സ്ട്രാക്ട് ലാസ്റ്റ് സ്റ്റേജ് ആണ് അമൂർത്ത മനോവ്യാപാര ഘട്ടം. അബ്സ്ട്രാക്ട് ഔപചാരിക മനോവ്യാപാര ഘട്ടം അമൂർത്തം. ഔപചാരിക മനോവ്യാപാരം. ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിന്റെ വേറൊരു പേരാണ് അമൂർത്ത മനോവ്യാപാര ഘട്ടം. ഇവിടെ സായുള്ളൂ. 3ാമത്തെ സമൂർത്തം അല്ലെങ്കിൽ അമൂർത്തം എന്ന് പറഞ്ഞാൽ ഘട്ടമാണോ? ഇന്ദ്രിയ സെൻസറി മോട്ടോർ സ്റ്റേജ് അതിൻ്റെതാണ് പിയാഷയുടെ ഘട്ടം. അമൂർത്തം അല്ലെങ്കിൽ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. സ്ക്രീന് ശരിക്കും കാണുന്നില്ലേ? മൂർത്താണോ അമൂർത്താണോ എന്ന് കാണുന്നില്ല, അതാണ്. സോറി. കുഴപ്പമില്ല, നമ്മൾ മാറിപ്പോയോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. മാറിയില്ലല്ലോ. അമൂർത്തം എന്ന് പറഞ്ഞാൽ ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ്. മൂർത്തം അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? സ്ക്രീനെ ചെറുതായിട്ട് കാണുന്നില്ല, അതുകൊണ്ട്. സോറി. ഇപ്പൊ ഓക്കെ അല്ലേ എല്ലാവർക്കും?
ഓക്കെ ഇപ്പൊ റെഡി ഓക്കെ. 23-ാമത്തെ ക്വസ്റ്റ്യൻ. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതീകാത്മക ഘട്ടം എന്നിവ ആശയ രൂപീകരണത്തിന്റെ 3 ഘട്ടങ്ങളാണ്. ആശയം മുന്നോട്ട് വെച്ചത് ബ്രൂണർ. പറയേണ്ട ആവശ്യമില്ല, ബ്രൂണറാണ് അല്ലെ. ഓക്കെ. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധമില്ലാത്ത ആശയം. ഓപ്ഷൻ എ സഹകരണാത്മക പഠനം, ഓപ്ഷൻ ബി സഹവർത്തിത പഠനം, ഓപ്ഷൻ സി പ്രോഗ്രാംഡ് ലേണിംഗ്, ഓപ്ഷൻ ഡി റെസിപ്രോക്കൽ ടീച്ചിങ്. ഇതില് ബന്ധമില്ലാത്തത് പ്രോഗ്രാംഡ് പ്രോഗ്രാംഡ് ലേണിംഗ് ആണ്. ബാക്കിയെല്ലാം ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളാണ് അല്ലെ. 25-ാമത്തെ ക്വസ്റ്റ്യൻ. 25-ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ആശയത്തിന്റെ വിവിധ തലങ്ങൾ അതിന്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഉദ്ഗ്രഥന രീതി, ഓപ്ഷൻ ബി വിഷയാധിഷ്ഠിത രീതി, ഓപ്ഷൻ സി ചാക്രിക രീതി, ഓപ്ഷൻ സി രേഖീയ രീതി. ഏതാണ്? ഓപ്ഷൻ സി ചാക്രിക രീതി ഓർ സ്പൈറൽ ലേണിംഗ് ആണ് അല്ലേ. ഇതോടെ പറയോ? ഒരു ആശയത്തിന്റെ വിവിധ തലങ്ങൾ അതിന്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഉദ്ഗ്രഥനം, ഓപ്ഷൻ ബി വിഷയാധിഷ്ഠിതം, ഓപ്ഷൻ സി ചാക്രികം, ഓപ്ഷൻ ഡി രേഖീയം. ഓപ്ഷൻ സി ചാക്രിക രീതിയാണ് ആൻസർ. 26-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചാക്രിക രീതിയുടെ സവിശേഷത ഏത്? ഓപ്ഷൻ എ ആശയ സമഗ്ര പാലിച്ചുകൊണ്ടുള്ള ക്രമീകരണം, ഓപ്ഷൻ ബി ആശയ രൂപീകരണം അടിസ്ഥാനമാക്കിയുള്ള ക്രമീകരണം, ഓപ്ഷൻ സി ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം, ഓപ്ഷൻ ഡി വിവിധ ആശയങ്ങൾ ബന്ധിപ്പിച്ചുള്ള ക്രമീകരണം. ഇപ്പൊ പറഞ്ഞതല്ലേ ആശയങ്ങൾ എങ്ങനെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണമാണ് സ്പൈറലിൽ വരിക അല്ലെ. അടുത്തത്. അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. അധ്യാപിക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്താം? ഓപ്ഷൻ എ കണ്ടെത്തൽ പഠനം, ഓപ്ഷൻ സി ബി സമീപസ്ഥ വികാസ മണ്ഡലം, ഓപ്ഷൻ സി മനോവ്യാപാര പൂർവഘട്ടം, ഓപ്ഷൻ ഡി മാതൃക കാണിക്കൽ. ഓപ്ഷൻ ബി സമീപസ്ഥ വികാസ മണ്ഡലം. ഹലോ ഹലോ ടീച്ചർ പോയോ? ടീച്ചറുടെ നെറ്റിന് ഭയങ്കര ഇഷ്യൂ ആണല്ലോ. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ആർക്കെങ്കിലും അറിയോ? പറഞ്ഞേര്. അത് സമീപസ്ഥ വികസന മണ്ഡലല്ലേ? പ്രോഗ്രാംഡ് ലേണിംഗ് ബിഹേവിയറിസ്റ്റ് ബന്ധപ്പെട്ടതാണോ? അല്ല, ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാക്കില്ല. ടീച്ചർ പറഞ്ഞ വ്യക്തമായില്ല. സമീപസ്ഥ വികാസ മണ്ഡലത്തിന് സഹായം അധ്യാപിക കുട്ടിയെ സഹായിച്ചുകൊണ്ട് പഠിപ്പിച്ചു എന്നുള്ള അതല്ലേ പറഞ്ഞത്? കുട്ടിക്ക് സ്വന്തം എത്തിച്ചേരാൻ ഹെൽപ്പ് തരിക. അധ്യാപിക ഹെൽപ്പ് ചെയ്തപ്പോ അവളെ ആശയം പറഞ്ഞു എന്നുള്ളതല്ലേ?
ഓ സോണോ ബ്രോക്സ് ഡെവലപ്മെന്റ്. അതെ അതെ. ZPD. ഈ പ്രോഗ്രാമിന്റെ ലേണിംഗ് ഏത് ഇതുമായി ബന്ധപ്പെട്ടതാണ്? അത് എഴുതണ്ടെങ്കിൽ ആദ്യം ഈ കേട്ടിട്ട് കിട്ടണം, അപ്പോഴേ ഇത് എഴുതാൻ പറ്റുള്ളൂ. ഇത് ആദ്യം എഴുതി പിടിക്കാൻ നോക്ക്. എന്താണ്? ഹലോ ടീച്ചറെ. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഉണ്ട്. നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടു. ക്വസ്റ്റ്യൻ സമീപസ്ഥ വികാസ മണ്ഡലാണ് വരിക. കാരണം കുട്ടിക്ക് സ്വയം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോ അധ്യാപികയുടെ സഹായത്താൽ എന്ത് ചെയ്തു കഴിഞ്ഞു. അവിടെ ആ ഒരു സഹായത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സമീപസ്ഥ വികാസ മണ്ഡലം എന്ന് പറയുന്നത്. ഇപ്പം കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നില്ലേ? 28ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ആശയങ്ങൾ പരിഗണിക്കുക. ഓപ്ഷൻ എ ആശയദാന മാതൃക, ഓപ്ഷൻ ബി പ്രതിക്രിയ അധ്യാപനം, ഓപ്ഷൻ സി സംവാദാത്മക പഠനം. 27ന്റെ ആൻസർ എന്താണ്? അവസാനത്തെ അല്ലേ ബ്രൂണറിന്റെ? രണ്ടെണ്ണം ബ്രൂണറും രണ്ടെണ്ണം വൈഗോട്സ്കിയാ. ഓപ്ഷൻ എ ആണ്. ഇതിൽ ഓപ്ഷൻ ഓപ്ഷൻ എ. എയും ബിയും സ്ക്രീന് പോയി പോന്ന്. ഓപ്ഷൻ എയും ഡിയും സ്ക്രീന് കാണാൻ പറ്റുന്നില്ലേ? റെഡിയാ പോയി. എയും ഡിയും ബ്രൂണറും ബിയും സിയും വൈഗോട്സ്കിയും. ബിയും സിയും വൈഗോട്സ്കിയും. എയും ഡിയും കണ്ടെത്തൽ പഠനവും ആശയദാന മാതൃകയും ബ്രൂണറും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ആശയദാന മാതൃകയും ഓപ്ഷൻ ഡി കണ്ടെത്തൽ പഠനവുമാണ് നമ്മുടെ ആൻസർ വരിക. അത് ബ്രൂണർ അല്ലേ? ബ്രൂണറുടേതാണ് നമ്മളോട് ചോദിച്ചത്. ഇവയിൽ ഏതാണ് ബ്രൂണറുടെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ടീച്ചറെ ക്വസ്റ്റ്യൻ പകുതിയെ കാണുന്നുള്ളൂ. ആണോ? താഴെ കൊടുത്ത ആശയങ്ങൾ പരിഗണിക്കാതെ മാത്രമേ ഉള്ളൂ ടീച്ചറെ. ബ്രൂണറിന്റെ കൊടുത്തിട്ടില്ല. ഫുള്ള് കാണുന്നില്ല, ക്വസ്റ്റ്യൻ ഫുള്ള് കണ്ടില്ല. പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ട് ആശയങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇവയിൽ ഏതാ ജെറോം എസ് ബ്രൂണറുടെ ആശയങ്ങൾ? ഇതിന്റെ സ്ക്രീനിൽ കാണുന്നില്ല. ഇപ്പൊ കണ്ടു. ഇത് രണ്ടും ബിയും സിയും വൈഗോട്സ്കിയുടെ ആശയങ്ങളാണ്. എയും ഡിയും ബ്രൂണറുടെ ആശയങ്ങളാണ്. അടുത്തത് ആശയധാരണയുമായി ബന്ധപ്പെടുത്തി ജെറോം എസ് ബ്രൂണർ നിർദ്ദേശിച്ച ഘട്ടങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഒന്ന് പ്രവർത്തന ഘട്ടം, പ്രയോഗഘട്ടം. പ്രയോഗഘട്ടം. ഇത് ബ്രൂണർക്ക് ഇല്ലാത്തതാണ് അല്ലെ? 31ാമത്തെ ക്വസ്റ്റ്യൻ. സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവ് ആര്? സർപ്പിള പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പൈറൽ ബ്രൂണർ ആണ് അല്ലെ? ബ്രൂണർ. 32 ബ്രൂണർ നിർദ്ദേശിച്ച പഠന രീതി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ്? കളിരീതി, കണ്ടെത്തൽ പഠനം, ഇന്ദ്രിയ പരിശീലനം, ക്രമീകൃതം. കണ്ടെത്തൽ പഠനം. ഓക്കെ, കണ്ടെത്തൽ പഠനം. 33 സഹവർത്തിത പഠനം നടക്കുന്ന ഭാഷാ ക്ലാസിന്റെ
പ്രത്യേകതകളിൽ പെടാത്തത് ഏത്? സഹവർത്തിത പഠനം നടക്കുന്ന ഭാഷാ ക്ലാസിന്റെ പ്രത്യേകതകളിൽ പെടാത്തത്. അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവ് പങ്കുവെക്കൽ നടക്കുന്നു. അധ്യാപകർക്കും പഠിതാക്കൾക്കും ഇടയിലുള്ള ബന്ധം ജനാധിപത്യപരമായിരിക്കും. സി, കുട്ടികൾക്ക് സമസംഘങ്ങളായി പ്രവർത്തിക്കാൻ അവസരം നൽകുന്നു. ഓപ്ഷൻ ഡി, പഠിച്ച കാര്യങ്ങൾ ഉരുവിട്ട് മനഃപ്പാടമാക്കാൻ അവസരം ലഭിക്കുന്നു. അപ്പൊ ഓപ്ഷൻ പെടാത്തതാണ് ഡി ആണ്. ഡി ഡി ആണ് അല്ലെ? വിട്ട് പഠിക്കേണ്ടി. ഓപ്ഷൻ ഡി ആണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ, വികാസത്തിന്റെ സമീപസ്ഥ മണ്ഡലം ZPD എന്നാൽ എന്താണ്? ഓപ്ഷൻ എ, പഠിതാവിന്റെ നിലവിലെ അവസ്ഥ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. പഠിതാവിന് മറ്റുള്ളവരുടെ കൈത്താങ് കൊണ്ട് എത്തിച്ചേരുന്ന തലം. ഓപ്ഷൻ 3ാമത്തെ ഓപ്ഷൻ, പഠിതാവിന് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത തലം. 4ാമത്തെ ഓപ്ഷൻ, പഠിതാവിന് സ്വപ്രയത്നം കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലം. പഠിതാവിന് മറ്റൊരാളുടെ ഓപ്ഷൻ ബി. സഹായത്തോടുകൂടി എത്തിച്ചേരാൻ ഓപ്ഷൻ ബി, പറ്റും. 2ാമത്തെ ഓപ്ഷൻ അല്ലെ? പഠിതാവിന് മറ്റുള്ളവരുടെ കൈത്താങ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന തലമാണ് അല്ലെ? സെയിം ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അടുത്തതും ഇവിടെ ഡെഫിനിഷൻ മാറുന്നുണ്ട്. 35ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വികാസത്തിന്റെ സമീപസ്ഥ മണ്ഡലം എന്ന് വൈഗോട്സ്കി വിളിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, പഠിതാവിന് സ്വന്തം കഴിവുകൊണ്ട് എത്തിച്ചേരാവുന്ന നില. ഓപ്ഷൻ ബി, അധ്യാപികയെ അനുകരിക്കുന്നതിലൂടെ എത്തിച്ചേരുന്ന നില. ഓപ്ഷൻ സി, പഠന വസ്തു ആവർത്തിച്ചുറപ്പിക്കുന്നതിലൂടെ നേടാവുന്ന നില. ഓപ്ഷൻ ഡി, സ്വപ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന നിലയ്ക്കും പരസഹായത്താൽ എത്തിച്ചേരാവുന്ന നിലയ്ക്കും ഇടയിലുള്ള മണ്ഡലം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി. അതിന്റെ ഇടയ്ക്കുള്ള സ്ഥലം. അപ്പൊ നിങ്ങൾ എഴുതി വെക്കണം, ഇങ്ങനെയൊക്കെ വരാം. അടുത്തത്, കൈത്താങ് നൽകൽ എന്നതിനോട് ചേരാത്ത പ്രവർത്തനം ഏത്? ഓപ്ഷൻ എ, പഠിതാവിനെ കൊണ്ട് തന്നെ പ്രവർത്തനം പൂർത്തീകരിക്കുക. ഓപ്ഷൻ ബി, ആലോചനയുടെ ദിശ തിരിച്ചുവിടാൻ ഉതകുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുക. ഓപ്ഷൻ സി, സൂചനകളും ഉദാഹരണങ്ങളും നൽകുക. ഓപ്ഷൻ ഡി, പഠിതാവിന് പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രവർത്തനം അധ്യാപിക തന്നെ പൂരിപ്പിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പൊ ചേരാത്ത പ്രവർത്തനം. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ ഡി അല്ലേ? പഠിതാവിന് കഴിയാത്ത പ്രവർത്തനം അധ്യാപിക പൂരിപ്പിച്ചു പഠിതാവിനെ കൊണ്ട് തന്നെ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് അല്ലെ? നമ്മൾ തന്നെ പൂരിപ്പിച്ചു കൊടുക്കുവോ? അധ്യാപിക തന്നെ സ്വയം പൂരിപ്പിച്ചു കൊടുക്കുവോ? അതിനുള്ള ഓപ്ഷൻ എ എന്താ പറഞ്ഞത്? ചേരാത്തത് ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ പഠിതാവിനെ കൊണ്ട് തന്നെ പ്രവർത്തനം പൂർത്തീകരിക്കുക. നമ്മള് അവിടെ എന്താണ് കൈത്താങ് നൽകുമ്പോഴും നമ്മള് അവരെ ഒന്ന് എന്ത് ചെയ്യാനുള്ളൂ? അവരെ സ്കഫോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. പ്രവർത്തനം ചെയ്യുന്നത് ആര് തന്നെയാണ്? കുട്ടി തന്നെയാണ്. അവരെ ഒന്നും നമ്മൾ ബാക്കിൽ സപ്പോർട്ട് നൽകുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവിടെ ടീച്ചർ എന്ത് ചെയ്യുന്നില്ല? കംപ്ലീറ്റ് പ്രവർത്തനം ടീച്ചർ തന്നെ ചെയ്യിക്കുന്നില്ല. അപ്പം ഓപ്ഷൻ ഡി, പഠിതാവിന് പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രവർത്തനം അധ്യാപിക തന്നെ പൂരിപ്പിച്ചു കാണിച്ചു കൊടുക്കുന്നു. അതെന്തല്ല? നമ്മുടെ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ആശയവുമായി ബന്ധപ്പെടാത്തതാണ്, അല്ലെങ്കിൽ ചേരാത്തതാണ്. അടുത്തത്, കൂടുതൽ ബുദ്ധിമാനായ ഒരു വ്യക്തി തന്നെക്കാൾ താഴ്ന്ന ബൗദ്ധിക നിലയിലുള്ള ഒരാൾക്ക് നൽകുന്ന പിന്തുണയെ അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ, മാർഗനിർദ്ദേശം. ഓപ്ഷൻ ബി, അധ്യാപനം. ഓപ്ഷൻ സി, ഓർമ്മ. ഓപ്ഷൻ ഡി, സ്കഫോൾഡിംഗ് അല്ലെ? സ്കഫോൾഡിംഗ്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, വൈഗോട്സ്കിയുടെ സിദ്ധാന്തങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള വായനാ പരിശീലന രീതി അറിയപ്പെടുന്നത്.
ഓപ്ഷൻ എ പ്രതിക്രിയ അധ്യാപനം, ഓപ്ഷൻ ബി പ്രതിഫലന പരിശീലനം, ഓപ്ഷൻ സി സഹവർത്തിത പഠനം, ഓപ്ഷൻ ഡി സിറ്റുവേറ്റഡ് പഠനം. പ്രതിക്രിയ അധ്യാപനാണ്. ഏതാണ് ഓപ്ഷൻ എ പ്രതിക്രിയ അധ്യാപനാണ് അല്ലെ? റെസിപ്രോക്കൽ ടീച്ചിങ് അല്ലെങ്കിൽ പ്രതിക്രിയ അധ്യാപനം ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതി ഉണ്ട് കേട്ടോ. സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദ സിദ്ധാന്തത്തെ പ്രതിനിധീകരിക്കാത്തത് ഏത്? ഓപ്ഷൻ എ സംഘചർച്ച, ഓപ്ഷൻ ബി ഓർത്തുചൊല്ലൽ, ഓപ്ഷൻ സി സഹവർത്തിത പഠനം, ഓപ്ഷൻ ഡി സംവാദാത്മക പഠനം. ഓപ്ഷൻ ബി ഓർത്തുചൊല്ലല് അത് കൊഗ്നിറ്റീവായിട്ട് ബന്ധമില്ലാത്തതാണ് അല്ലെ? ഓർത്തുചൊല്ലലൊക്കെ വ്യവഹാരവാദത്തിലാണ്, മനപ്പാഠം ഓർത്തുവെക്കലൊക്കെ ഉള്ളത് അല്ലെ? അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. നമ്മൾ ഓരോന്ന് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ഓരോരുത്തരുടെ പ്രത്യേകതകള്, സ്റ്റേജസ്, അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. ഇതിന്റെ PDF ഞാനിപ്പോ തന്നെ എന്ത് ചെയ്യാം, ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. മീൻസ് അല്ലാണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് ഏകദേശം നോക്കി വെക്കണ്ടേ? അങ്ങനെ എന്തെങ്കിലും സൈക്കോളജിയിൽ മൊത്തത്തിലാണോ? സൈക്കോളജിയിൽ ഒട്ടാകെ പറയുകയാണെങ്കിൽ ഏകദേശം. ബിഹേവിയറിസത്തിൽ നിന്ന് നമുക്ക് ചോദിക്കാം, വ്യവഹാരവാദത്തിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ആരൊക്കെയുണ്ട്? പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, ഹള്ള്, ഇവരുടെ ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഇവയിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ ഗെസ്റ്റാൾട്ട് സൈക്കോളജി, കോഹ്ലർ, വെർത്തിമർ. പിന്നെ അതേപോലെ എന്തുണ്ട്, സാമൂഹികം, ആൽബർട്ട് ബന്ദൂര, അബ്രഹാം മാസ്ലോ, ആൽബർട്ട് ബന്ദൂര, എറിക്സൺ ഉണ്ട്. എറിക്സന്റെ സ്റ്റേജസ് നമ്മൾ കഴിഞ്ഞ 1-2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 6 മുതൽ 12 വയസ്സ് വരെയൊക്കെ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ഓരോ സ്റ്റേജിലും ഓരോ പ്രത്യേകതകളില്ലേ, അത് പഠിച്ചു വിശ്വാസം അതെ 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 അത് തന്നെ. ഓരോ സ്റ്റേജിലും വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അതിൽ 8 സ്റ്റേജിൽ തന്നെ 4 സ്റ്റേജസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു എന്താണ് പ്രൈമറി ഘട്ടങ്ങളിൽ വരുന്നത്. എറിക്സന് ആദ്യത്തെ 4 ആൽപോർട്ടിന്റെ ട്രൈറ്റ് തിയറി പഠിക്കണം. അതേപോലെ അബ്രഹാം മാസ്ലോയുടെ പഠിക്കണം. പിന്നെ സർഗാത്മകത, അതൊക്കെ വരുന്ന ഏരിയ നമ്മൾ നോക്കണം. പിന്നെ വരുന്നതാണ് ഇത് വികാസവുമായി ബന്ധപ്പെട്ട ഏരിയ. ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു സെഷനിൽ നോക്കേണ്ട ഭാഗങ്ങള് ഓർഡറിൽ എന്ത് ചെയ്യാം പറഞ്ഞു തരാം. അടുത്ത സെഷനിൽ നമ്മൾ ബിഹേവിയറിസം ഒന്ന് ചെറുതായിട്ട് കോൺസെപ്റ്റ് പറഞ്ഞ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് ഓരോ ഏരിയയിലും ഞാൻ നോക്കേണ്ട കാര്യങ്ങൾ ഓർഡറിൽ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്ത് തിയറീസ് ഒക്കെ പഠിക്കണം കേട്ടോ. ബ്രൂണർ, ബിഹേവിയറിസം, സോഷ്യൽ ഡെവലപ്മെന്റ്, അതേപോലെ പേഴ്സണാലിറ്റി തിയറീസ്, ലേണിംഗ് തിയറീസ്, അതൊക്കെ നോക്കി വെക്കണം. ഇനി എത്ര ദിവസമേ ഉള്ളൂ അല്ലേ? എന്താണ് ആൽപോർട്ടിന്റെ തിയറി വരുന്നത് പേഴ്സണാലിറ്റിയിലല്ലേ? പ്രോഗ്രാംഡ് ലേണിംഗ് വരുന്നത് അത് ആരുടെയാന്ന് പറഞ്ഞു ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നേ, ഒരു ആരുതാന്ന്. പ്രോഗ്രാംഡ് ലേണിംഗ് അല്ലെ? ഞാൻ പറയാട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ആൽപോർട്ടിന്റെ അപ്പൊ നിങ്ങൾ ബിഹേവിയറിസവും കൺസ്ട്രക്റ്റിവിസവും ലേണിംഗ് തിയറീസ് ഒക്കെ എന്ത് ചെയ്യണം? അതാണ് അത്യാവശ്യം നമുക്ക് നല്ലോണം പഠിക്കാനുള്ളത്. അത് ഓരോ സ്റ്റേജസും അവയുടെ പ്രത്യേകതകളും നന്നായിട്ട് ഓർത്ത് വെക്കുക. ഷോർട്ട് നോട്ടാക്കി എഴുതി വെക്കുക. ഇപ്പൊ തന്നെ നമ്മൾ ഇന്ന് പഠിച്ചതിൽ എന്താണ്? പിയാഷയുടെ സചേതനത്വം, പ്രതീകാത്മക ചിന്തനം, അത് ഒറ്റ പോയിന്റ് ആക്കിയിട്ട് ചെറിയ നോട്ടാക്കിയിട്ട് നിങ്ങൾ ഓരോ ദിവസവും നോക്കാനുള്ള രൂപത്തിലാക്കി വെക്കുക കേട്ടോ. കംപ്ലീറ്റ് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഷോർട്ട് നോട്ടാക്കിയിട്ട് എന്ത് ചെയ്യാ, റിവൈസ് ചെയ്യാം. സൈക്കോളജി കുറച്ച് പെട്ടെന്ന് തന്നെ മറന്നു പോകും. അതുകൊണ്ട് ചെറിയ ഷോർട്ട് നോട്ടാക്കിയിട്ട് ഓരോ ദിവസവും നോക്കുക. അപ്പൊ ശരി, നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഓവറോൾ ഏതൊക്കെ ഏരിയന്ന് നോക്കണം. അടുത്ത ക്ലാസ് നാളെ ഉണ്ടാവോ? ഈ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിടോ?
ക്ലാസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയിക്കാം കേട്ടോ. ഇനി അധികം ടൈമില്ല. അപ്പൊ ഇത് നേരത്തെ കിട്ടിയിരുന്നേ ഒന്നുകൂടെ ഒന്ന് ഓടിച്ചിട്ട് നോക്കായിരുന്നു. ഇനി പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഇന്ന് 19-ാം തീയതി ആയില്ലേ, 9 ദിവസം കൂടെ അല്ലേ എക്സാമിനുള്ളൂ. ഇനി പെട്ടെന്ന് തന്നെ സെഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ പേഴ്സണൽ ആയിട്ട് വേണമെങ്കിൽ എന്നോട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം കേട്ടോ. ടെലഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങൾ അടുത്ത സെഷൻ വരുന്നത് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ടീച്ചറെ EVSന്റെ ക്ലാസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. EVSന്റെ ക്ലാസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഇടുമായിരിക്കും. നമ്മള് ക്ലാസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ ഇനി ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻസും പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇനി കൂടുതൽ എന്തെങ്കിലും ഈ ഭാഗത്തു നിന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, ഞാൻ ആൻസർ പറഞ്ഞുതരും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചാലും മതി. ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അറിയാത്ത ഓരോ അറിവുകൾ കിട്ടുന്നുണ്ട്. യൂട്യൂബിൽ കാണുന്നതിൽ നിന്നും ഒരുപാട് അങ്ങനെ ഓരോ വേറെ ചാനലിൽ നിന്നും കാണുന്നുണ്ട്. പക്ഷെ മാമിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എവിടെയും കാണാത്തത് ഒരുപാട് പുതിയ അറിവുകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം മിസ് ഇങ്ങനത്തെ ഓരോ ടെലിഗ്രാമിൽ ക്വസ്റ്റ്യൻസ് ഇടണേ, ടെലിഗ്രാമിൽ. ടെലഗ്രാമിൽ ഇടാൻ. അതായത് നമ്മൾ ക്വസ്റ്റ്യന് കൂടുതൽ പരിചയം, കുറെ തിയറീസ് പഠിച്ചത് കൊണ്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ, ഇത് PSC ചോദിച്ചതും KTET ചോദിച്ചതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ സോർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാ, തലേന്ന് പോകുമ്പം ഇതെങ്കിലും ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഘട്ടങ്ങൾ മാറിപ്പോവാതിരിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ഡെയിലി വായിക്കുക. ഓക്കെ.